ഇപ്പോൾ എം വി ഗോവിന്ദൻ സംസാരിക്കുന്നു. അതിലേക്ക് അപ്പോൾ ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പല പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വി.കെ. ശ്രീകണ്ഠൻ ആദ്യം പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിലൊരു പ്രസ്താവന ഉണ്ടായത് ഇവരുടെ തിരുത്തിയെങ്കിൽ പോലും അല്ല, അതൊക്കെ തിരുത്തേണ്ടി വരും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാൽ കേരളീയ സമൂഹം അത് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കില്ല. അതാണ് വളരെ പെട്ടെന്ന് തന്നെ ശ്രീകണ്ഠന് തിരുത്തേണ്ടി വന്നത്. ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പരാമർശം ഇതിനു മുമ്പ് ഏതെങ്കിലും ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശരവർഷം പോലെയുള്ള ആരോപണം പെരുമഴയല്ലേ, 1, 2, 3, 4 ഒക്കെയാണ്. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും പറഞ്ഞത് ഇന്നും അതിനെയാണ് പറയുന്നത്. അന്ന് വന്ന ഒരു ആരോപണത്തിൻ്റെ മേലെ സ്വാഭാവികമായിട്ട് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആരോപണമല്ല ഇത്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കണം. ഇത് പൂർണ്ണമായ തെളിവാണ്, തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ്. അതിനെ മൂടി വെച്ചുകൊണ്ട് എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. പരാതി വരുമോ ഇല്ലോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഞാനും നിങ്ങളും കണ്ടോ, ഈ പൊതുസമൂഹം കണ്ടോ, കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ലേ? പിന്നെ യാതൊരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ ഇതിനെ സമീപിക്കുന്ന ആളുകൾ വേറൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ അതേ പറഞ്ഞത്, കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതൊക്കെ കേരളത്തിലെ പൊതുവികാരത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്നയാളെ തടയുകയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പൊതുവികാരം രാജിവെക്കണം എന്നുള്ളതാണെന്ന് നിങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അതേ കാര്യം അല്ല, ഇവരാണ് ഷാഫി പറമ്പിലാണല്ലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാൾ. ഇതെല്ലാം നടന്നാലും ആ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂടി വെക്കുന്നതിന് വേണ്ടിയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പിൽ കൂടിയാണ്. കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എങ്കിൽ അത് വളരെ ഗൗരവപൂർവമായ പ്രശ്നം തന്നെയാണ്. കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ നേതൃത്വമായാലും ഒരു മൂല്യബോധത്തോടു കൂടിയാണല്ലോ മനുഷ്യർ രാഷ്ട്രീയ നേതാക്കന്മാരെയും കാണേണ്ടത്. മൂല്യം പോയിട്ട് മൂല്യത്തിൻ്റെ ഒരു അംശം പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീർണത ഇവരെ ബാധിച്ചിരിക്കുന്നു. അതിന് കൂട്ടുനിൽക്കാൻ ചിലർ മാനസികമായി ആ ജീർണതയോടൊപ്പം തന്നെ വരുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അതിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അവരാണ് മൗനം നടിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ആക്കി നിർത്തിയത്? ആര്? കോൺഗ്രസ്. അല്ല, അത് ഇന്നലെ അവർ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന VD സതീശനോട് ഞാൻ ഈ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് നിരവധി പദവികൾ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം വളരെ വ്യക്തമാണല്ലോ. അവർ അത്രയെല്ലാം കാര്യം പറഞ്ഞിട്ടും ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അതവരുടെ ഒരു സാംസ്കാരിക അവബോധം തന്നെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ VD സതീശൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ട് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അവർക്കെല്ലാം ഡബിൾ പ്രൊമോഷനും കൊടുക്കുന്ന നിലയാണ് ഉണ്ടായത് എന്ന് പറയുന്ന ആ യുവതിയുടെ പരാമർശം വളരെ വളരെ ഗൗരവമുള്ളതാണ്. അത് സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരുപടി ആളുകൾ സൈബറിൻ്റെ പേരും പോലെ നടക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴല്ലേ അവസാനിക്കും. അതിലൊന്നും ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല. ശരിയായ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ബാക്കിയെല്ലാം തകർന്നു പോകും. നിയമ നടപടി തുടരും. വി ഗോപാലകൃഷ്ണൻ കുറച്ചു മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നടക്കും ആളെ ഇറക്കി വോട്ട് ചെയ്യും, അത് നിയമപരമായി തെറ്റൊന്നുമില്ല, ഞങ്ങൾ അത് ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പിലും ചെയ്യും. അതായത് നമ്മൾ തൃശ്ശൂരിലെ കാര്യമൊക്കെ അറിയാൻ. അത് ഈ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ
കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണനെ കണ്ടാൽ മതി. നേരിടുന്നത് ജനങ്ങളെ കാണുന്നത്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ടാകുന്ന ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരു ചക്രി ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. അതുണ്ടാകുന്നത് എപ്പോഴാണ്? ഫാസിസ്റ്റ്. ഈ നവഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള RSSൻ്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. എന്താണ് RSSൻ്റെയും BJPയുടെയും ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. അത് എത്ര കൊല്ലായി അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടി പോയല്ലേ. അല്ല, ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല.